ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മത്തങ്ങ വയ്ക്കാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് മത്തങ്ങ. ഈ മത്തങ്ങ ഇതാണ്, ഞാനിത് കണ്ടോ, ഇത്രയും വലുപ്പത്തിലാണ്, ഇങ്ങനെയാണ് മുറിച്ചിരിക്കുന്നത്. ഒരു പകുതി കുറച്ച് ഇത്രയാണ്. ഇത് വെന്ത് കഴിയുമ്പോൾ ഒരു കറിയാവുക. അപ്പം ചാറുകറിയല്ല ഇത് കേട്ടോ. ഇതിന് നമുക്ക് ആവശ്യമായത്, ആദ്യം ഞാൻ എണ്ണ ഇവിടെ ചൂടാക്കി ഞാൻ പാനിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ സ്പൂണിനാണ് ഞാൻ 1.5 സ്പൂണാണ് എണ്ണ ഒഴിച്ചിരിക്കുന്നത്. ഈ സ്പൂണിന്, കാരണം ഇതിന് ഒരല്പം എണ്ണ കൂടുതൽ വേണം. ഇതിനകത്ത് ഇത് ഉലുവയും ഇത് കായപ്പൊടിയാണ്. ഇത് ഞാൻ ഇതിനകത്തോട്ട് ഇടുക. ഇത് പൊട്ടിക്കഴിയുമ്പം നമ്മൾ ഇതിനകത്തിടും ഇത് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് പൊട്ടട്ടെ. പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റണം. ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോൾ, കാരണം നമ്മളുടെ ഉലുവയൊക്കെ ഇട്ടത് കരിയല്ലല്ലോ. അപ്പം ഞാൻ ഇതിനകത്ത് ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേന് ഇത് കാണിക്കാം. ഇത് സവോള, 2 സവോള ഞാൻ ഈ വലുപ്പത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്, നീളത്തിൽ 2 സവോള. അപ്പം ഞാൻ ഈ സവോള ഇതിനകത്തോട്ട് ഇടുവാണ്. അത് വഴന്ന് വന്നു കേട്ടോ, കരിയാതെ നോക്കണമല്ലോ. ഇത് ജസ്റ്റ് ഒന്ന്, ഒത്തിരി അങ്ങ് വേഗണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോഴത്തേന് ഞാൻ ബാക്കി ഐറ്റം കാണിച്ചു തരാം. ഇത് പച്ചമുളകാണ്, 3 പച്ചമുളക് ഞാൻ ഈ വലുപ്പത്തിൽ മുറിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പച്ചമാങ്ങയാണ്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇത് സ്കിപ്പ് ചെയ്യാം വേണ്ടാത്തവർക്ക്. ഇത് ഒരു തക്കാളിക്കയാണ്, ഒരു വലിയ തക്കാളിക്ക. അപ്പം ഒന്നുകിൽ തക്കാളിക്ക ഇട്ടാൽ മതി, അല്ലെങ്കിൽ മാങ്ങ ഇട്ടാലും മതി. അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ ഒന്ന് ചേർക്കുകയാണ്. അതല്ലാതെ നമുക്ക് വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ മല്ലിയിലയാണ്. മല്ലിയില വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട്, ഇത് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, ഇതിനകത്തോട്ട് ഞാൻ ഈ മാങ്ങ ഇടുകയാണ്. കൂട്ടത്തിൽ പച്ചമുളകും കൂടെ ഇടുകയാണ്. പച്ചമുളക് വലിയ എരിവുള്ളതാണെങ്കിൽ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ ഈ മുറിച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെ മുറിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് എങ്ങനെയാണേലും നമ്മളുടെ ഇഷ്ടം പോലെയാണ്. ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു മണമാണ് കേട്ടോ. ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ കറിയൊക്കെ വെക്കാൻ. അപ്പം ഞാൻ തക്കാളിക്കയും കൂടെ ഇട്ടു കേട്ടോ. അപ്പം കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. ഒത്തിരി അങ്ങ് വഴന്ന് വരണമെന്ന് നിർബന്ധമില്ല. ഇത് നമ്മളുടെ മത്തങ്ങയുടെ കൂടെ തന്നെ ഇത് വെന്തോളും. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കത്തില്ല. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പം ഉപ്പും കൂടെ ചേർക്കുക. പെട്ടെന്ന് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സവോളയിൽ വെള്ളമില്ലേ, അതൊന്ന് ഊർന്നു വരുവേ. അപ്പോൾ ഉപ്പ് ഞാൻ 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്, 1 സ്പൂൺ ഇടുക. ഉപ്പ് ആവശ്യാനുസരണമാണ് ചേർക്കേണ്ടത്. ഞാനിടുന്ന കണക്കായിരിക്കില്ല നിങ്ങൾ ഓരോരുത്തരുടെയും. അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതിൻ്റെയൊക്കെ കണക്ക് മാറി മാറി വരുമല്ലോ. അപ്പോൾ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണാണ് കേട്ടോ. ഇത് കണ്ടോ, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഈ സ്പൂണാണ് കേട്ടോ, ചെറിയ സ്പൂണ്. ഇതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ ആ ചെറിയ പച്ചമണം ഒന്ന് മാറിയാൽ മതിയേ. ഒത്തിരി അങ്ങ് വഴന്നതിന് മുന്നേ നമ്മളിതെല്ലാം ചേർത്തിട്ട് നമ്മളങ്ങോട്ട് വയ്ക്കും. അപ്പം ഇത് മുളക് പൊടി ഇത് ഞാൻ രണ്ടും കൂടെ മിക്സാക്കിയതാണ്. കശ്മീരി മിർച്ചി പൗഡറും എരിവുള്ള മുളകും കൂടെ. അപ്പം രണ്ടും കൂടെ കൂട്ടി ഇത് 1 സ്പൂണാണ് കേട്ടോ ഇടുന്നത്. ഇതിനകത്തോട്ട് ചേർത്തു. അപ്പം അതും നമുക്ക് പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു കറി. പിന്നെ മത്തങ്ങ ഒന്ന് വഴന്ന് വരുന്നിടം വരെ ഗ്യാസ് വെച്ചിരുന്നാൽ മതി. ഇത് കണ്ടോ, കളർ കണ്ടോ, നല്ല കളറായിട്ട് കാണത്തില്ലേ, നല്ല കളറായിട്ട് ഇതാണ്. ഇത് വെച്ച് കഴിയുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം മത്തങ്ങ എല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ വെക്കുമോയെന്ന് എനിക്കൊന്നും അറിയത്തില്ല. അപ്പം വെക്കുന്നവർ കാണുമായിരിക്കും അല്ലേ, നിങ്ങൾ ഓരോരുത്തരിലും. അപ്പം അറിയത്തില്ലാത്തവർ എങ്ങനെയും ഉണ്ടാക്കി നോക്കാം. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാം. ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കും കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കും. അപ്പം നമ്മളുടെ ഇതും കൂടി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി അങ്ങ് വഴത്തണ്ട.
എണ്ണ ഒരു ശകലം കൂടുതൽ ഇതിന് മത്തങ്ങയ്ക്ക് വേണം. എന്നാന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ. അപ്പോൾ ഞാൻ മത്തങ്ങ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ, കട്ട് ചെയ്ത്. അപ്പോൾ ഈ മത്തങ്ങ ഞാൻ ഇതിനകത്തോട്ട് അങ്ങിട്ടു. ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റി, ശരിക്കൊന്ന് വഴറ്റി വന്നിട്ട് ലാസ്റ്റിൽ ഒരു സാധനം കൂടെ, മല്ലിയില അല്ലാതെ ഒരു സാധനം കൂടെ ഇടും. അപ്പം ഞാൻ പറഞ്ഞു തരാം. അതുവരെ നമുക്കിത് വേകാനായിട്ട് അടച്ചു വയ്ക്കാം. അടച്ചു വെക്കുന്നിടം വരെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ മത്തങ്ങ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് കരിയാതെയും നോക്കണമല്ലോ. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഉടയുന്നതാണ്. നമ്മൾ ഇച്ചിരി സ്പൂണും കൊണ്ട് നമ്മളിങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കണേ. ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുത്തിട്ട് നല്ലപോലെ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇത് പഞ്ചസാരയാണ്. 1 സ്പൂണ് പഞ്ചസാര ചേർക്കുകയാണ് കേട്ടോ. 1 സ്പൂണ് പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞു. അത് ചെറിയൊരു മധുരവും കൂടെ ആയിട്ടുള്ള കറിയാണ് ഇത് കേട്ടോ. ഇതിങ്ങനെ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. മിക്സ് ചെയ്തിട്ട് മത്തങ്ങയ്ക്ക് ഇനി അത് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. പഞ്ചസാരയും ചേർത്തു, എരിവ് നല്ലപോലെയുണ്ട്, പച്ചമുളകും ഇട്ടതാണല്ലോ നമ്മൾ. ഇതിന്ന് ഉടച്ചുടച്ച് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കണം. അത് മൊത്തത്തിലൊന്ന് ഇളകി നമ്മളുടെ ഇവിടുത്തെ ഒരു പ്രത്യേക ഡിഷാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ സ്പൂണും കൊണ്ട് ഇങ്ങനെ നമ്മൾ ഇളക്കിയാൽ ഇതെല്ലാം ഉടഞ്ഞുടഞ്ഞുടഞ്ഞ് വരും കേട്ടോ. മത്തങ്ങ എല്ലാം നല്ലതായിട്ട് മിക്സാകും. അപ്പം ഇനി ഞാനിവിടെ ഗ്യാസ് നിർത്തുകയാണ്. കറി നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് മല്ലിയില വിതറി കൊടുക്കാം. ഇത് കണ്ടോ, മല്ലിയില ഇങ്ങനെ അങ്ങ് വിതറി നമ്മളുടെ കറി അങ്ങ് ഇത് കണ്ടോ. ഇതാണ് നമ്മളുടെ മത്തങ്ങ വെക്കുന്നത്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.